വിക്രത്തിനെതിരെ ഞാൻ സാക്ഷി പറയാമെന്ന് വേദ പറയാനുണ്ട്. അത് കേട്ട വിക്രം ഞെട്ടുന്നുണ്ട് കേട്ടോ. വേദ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് വിക്രം വിചാരിക്കുന്നില്ല കേട്ടോ. പിന്നെ അപ്പോൾ അമ്മ പറയുന്നുണ്ട്, നീ എന്താ പറയുന്നു മോളെ, വിക്രത്തിനെതിരെ നീ സാക്ഷി പറയാമെന്നോ? അപ്പോൾ വേദ പറയുന്നുണ്ട്, അതെ അമ്മേ, ഞാൻ കണ്ട കാര്യം ഞാൻ എങ്ങനെ പറയില്ല എന്ന് പറയാം, ഞാൻ കണ്ട കാര്യം എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയാണ്. ഞാൻ നേരിട്ട് കണ്ട സംഭവമാണ് അത് എന്ന് പറയാൻ കേട്ടോ. അപ്പം അമ്മ പറയുന്നുണ്ട്, മോളെ നീ അത് ചെയ്യരുത്, അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും, ഒരു ന്യായമില്ലാത്ത കാര്യത്തിന് അവൻ ഇടപെടില്ല, അവൻ അങ്ങനെ ഒരാൾ തല്ലിയിട്ടുണ്ടെങ്കിൽ അവനൊരു വൃത്തികെട്ടവനായിരിക്കും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, അവൻ ചെയ്തതിന് എന്ത് ന്യായം ഉണ്ടായിക്കോട്ടെ, എന്ത് കാരണം കൊണ്ടായാലും അങ്ങനെ ഒരാളെ തല്ലി ചതയ്ക്കാൻ നിൻ്റെ മകന് എന്ത് അധികാരമുള്ളത്, അവനതിന് ആരവകാശം കൊടുത്തതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ വേദയുടെ ഒരു സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ വിക്രത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് പോലീസിനെ കാണിക്കുന്നുണ്ട് നാളത്തെ പ്രമോല്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വേദ വീടിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ വേദയോട് അമ്മ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വേദ ഇഷ്ടത്തോടെ ചെയ്ത കാര്യമല്ല അത്. വിക്രത്തിനെ MLAയുടെ ആൾക്കാർക്ക് വിട്ടുകൊടുക്കാതെ വിക്രം സുരക്ഷിതനായി ഇരിക്കുക പോലീസ് സ്റ്റേഷനിൽ ജയിലിലാണെന്നുള്ള ഉറപ്പ് കാരണമാണ് വേദ സാക്ഷി കൊടുക്കാൻ തയ്യാറായത് കേട്ടോ. അങ്ങനെ വിക്രത്തിന് എതിരെ സാക്ഷി പറയരുതെന്ന് വേദയോട് പിന്നെയും അമ്മ അഭ്യർത്ഥിക്കുന്ന സീനൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം മാഷ് പറയുന്നുണ്ട്, അവൾ കണ്ട കാര്യം അവൾ പറയും, അവൾ നാളെ സാക്ഷി മൊഴിയിൽ ഒപ്പിടാൻ പോകുന്നത് ഒറ്റയ്ക്കായിരിക്കില്ല, എൻ്റെ കൂടെ ഇരിക്കുന്നതാണ് പറയാൻ കേട്ടോ. അങ്ങനെ വേദയുടെ കൂടെ മാഷ് കൂടി ചെല്ലുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് സാക്ഷിമൊഴി കൊടുക്കാനും അത് പേപ്പറിൽ എഴുതിയിട്ട് ഒപ്പിട്ട് കൊടുക്കാനും മാഷും കൂടി പോകുന്നുണ്ട്. അങ്ങനെ മാഷിൻ്റെ കൂടെ വേദ പോയിട്ട് ഒപ്പിട്ട് കൊടുക്കുന്ന സീനൊക്കെ പ്രമോല് കാണിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കമലാമ്മ കരയുന്ന കുറേ സീൻ കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് പോലീസ് വാസവനോട് പറയുന്നതാണ്, ഇങ്ങനെ മൊഴി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് വിക്രമിനെ അറസ്റ്റ് ചെയ്തു, കേസാക്കി, FIR എഴുതിയെന്നൊക്കെ പറയുമ്പോൾ വാസവൻ പറയുന്നുണ്ട്, ഇനി എന്ത് വേണം, അല്ലെങ്കിൽ ഇനി അത് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയും, ഇനി അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന ഒരു ഡയലോഗാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ അവസാനത്തെ പ്രമോൻ്റെ അവസാനം കാണിക്കുന്നത് വേദയും ജയിലിൽ കിടക്കുന്ന വിക്രത്തിൻ്റെ ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട്, പിന്നെ വാസവൻ്റെ കാണിക്കുന്നുണ്ട്. അങ്ങനെ 3 പേരുടെയും ഫോട്ടോ വെച്ചിട്ടാണ് നാളത്തെ പ്രേമം അവസാനിക്കുന്നത്. അപ്പോൾ വേദ മൊഴി കൊടുക്കുന്നത് MLA വിക്രത്തിനൊന്നും ചെയ്യാതിരിക്കാനും, അല്ലെങ്കിൽ MLAയുടെ മകൻ അനുഭവിച്ച ഇതിൻ്റെ വേദന ആളുടെ മനസ്സിലുണ്ടാവില്ല, അപ്പോൾ അതിൻ്റെ പ്രതികാരത്തിന് വിക്രത്തിന് എന്തെങ്കിലും ചെയ്താലോ, വിക്രത്തിൻ്റെ ജീവൻ നഷ്ടമായാലോ എന്നുള്ള പേടി കൊണ്ടാണ് വേദ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ വിക്രത്തിനോടുള്ള ഇഷ്ടക്കുറവുകൊണ്ടോ വിക്രത്തിനോടുള്ള വാശിയോ ദേഷ്യമോ ഒന്നുമല്ല. വിക്രത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വേദ അത് ചെയ്യുന്നത്. പക്ഷെ അത് എല്ലാവരുടെ മനസ്സിലൊരു കനലായിട്ടും വേദയോടുള്ള ദേഷ്യമായിട്ടും പിന്നീട് വളരെയാണ് ചെയ്യുക. കമലാമ്മയ്ക്കൊക്കെ പിന്നെ വേദയോട് ദേഷ്യമാവും ഉണ്ടാവുക. മാഷിനും വിഷമമൊക്കെ ഉണ്ടെങ്കിലും മാഷ് വേദയുടെ കൂടെ നിൽക്കുന്നുണ്ട്. കണ്ട കാര്യം നമ്മൾ തെറ്റ് ചെയ്താൽ അതിന് തെറ്റെന്ന് പറയണം എന്നുള്ള രീതിയിലാണ് മാഷ് വേദയുടെ കൂടെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രേമമാണ് നാളത്തെ എപ്പിസോഡിൽ വരുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്